ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനുമോളുടെ സങ്കടമൊക്കെ മാറ്റാനായിട്ട് എല്ലാവരും കൂടി ചേർന്ന് അവളെ പാർക്കിലും ബീച്ചിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ആ ഒരു അന്തരീക്ഷമൊക്കെ ആയിട്ട് ഇണങ്ങി വീട്ടിലേക്ക് വരുന്ന അനുശ്രീക്ക് ഒരു മാറ്റമൊക്കെ വരുന്നുണ്ട്. പോയ ആളെയല്ല മടങ്ങിയെത്തുന്നത്. അത് കാണുന്ന ഗോമതിക്കും ബാലനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോമതി ബാലനോട് പറയുന്നുണ്ട്, എന്തായാലും എല്ലാവരും കൂടി അനുമോളെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് വന്നപ്പോൾ തന്നെ അനുമോൾക്ക് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ആകെ മൂടി ഇരിക്കുകയായിരുന്നു കൊച്ച്. അവൾ ആകെ പേടിച്ചിരിക്കുക ബാലേട്ട എന്ന് പറയാം. അലോക് മടങ്ങി എത്തിക്കഴിയുമ്പം ഈ കുടുംബത്തിലുള്ളവരെ ഉപദ്രവിക്കുമെന്നൊക്കെയാ അവൾ കരുതിയിരിക്കുന്നത് എന്ന് വീണ്ടും നമ്മുടെ ഗോമതി ബാലനോട് പറയാണ്. അത് കേൾക്കുന്ന ബാലൻ പറയും, ഏയ് അനുമോൾക്ക് നമ്മൾ വേണം ധൈര്യം കൊടുക്കാൻ. ഓരോ തവണയും അലോക് ചെയ്യുന്ന തെറ്റുകൾക്ക് കണ്ണടച്ച് വിട്ടതാ നമ്മൾ ചെയ്ത തെറ്റ്. അതുകൊണ്ടാണ് അവൻ ഇത്രയും വഷളായി പോയത് എന്ന് പറയാം. അവൻ എന്തായാലും നല്ലതൊന്നും അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കില്ല. ജനിച്ചപ്പം മുതൽ ദേവമംഗലത്തുള്ളവരോടുള്ള പകയും വിദ്വേഷവും മാത്രമാണ് അലോകിൻ്റെ മനസ്സിലുള്ളത് എന്ന് പറയണേ. അപ്പം പഴയ കളിയും ചിരിയും ഒക്കെ അനുവിന് പതിയെ മടങ്ങി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ. ഇതേ സമയം പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഗോമതി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുക. അപ്പം അനു ആകെ മൂടി കെട്ടി തനിയിരിക്കുന്ന കാണുമ്പം ഗോമതി അടുത്ത് ചെന്ന് വിളിക്കും, അനുക്കുട്ടി നീ എന്തേ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് ചോദിക്കുക. ഏയ് ഒന്നുമില്ലമ്മേ, എല്ലാവരും പോയില്ലേ, ഞാൻ തനിയെ ഇവിടെ ഇരുന്നപ്പം വെറുതെ ആലോചിച്ചതാ എന്ന് പറയാം. ഇങ്ങനെ തനിയെ ഇരുന്ന് ആലോചിക്കുന്നത് തന്നെയാ മോളുടെ പ്രശ്നവും. മോൾ തനിയെ ഇവിടെ ഇരിക്കണ്ട, ദേ അമ്മ പുറത്തേക്ക് പോവാ, മോളും എൻ്റെ കൂടെ വാ, നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് മടങ്ങി വരാം എന്ന് പറയണം. അപ്പം അനു പറയും, വേണ്ട അമ്മ പോയിട്ട് വാ, എനിക്ക് ഒരിടത്തോട്ടും പോരാൻ തോന്നുന്നില്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല, ദേ മര്യാദയ്ക്ക് നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഗോമതിയുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ അനു ആണെങ്കിൽ അമ്പലത്തിൽ പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് മടങ്ങി എത്തുമ്പം അയലോക്കത്തുള്ളവരൊക്കെ അനുവിനെ നോക്കി അടക്കം പറയുന്നത് അനുവിൻ്റെ ശ്രദ്ധയിൽപ്പെടും കേട്ടോ. അപ്പോൾ ഗോമതിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഗോമതി, ഈ പെങ്കൊച്ചിന് ഒരു സങ്കടം ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പം അലോക് ജയിലിലായി എന്ന് നാട്ടിലുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അലോകിനെതിരെ കേസ് കൊടുത്തത് അനുശ്രീ ആണെന്നൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ പറയും, ഭർത്താവ് ജയിലിൽ കിടക്കുമ്പം ഒരു സങ്കടം ഇല്ലാതെ ചിരിച്ചു കളിച്ച് വരാൻ എങ്ങനെ സാധിക്കുന്നു? അല്ല, കൃഷ്ണമംഗലത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത് എവിടുത്തെ മര്യാദയാ എന്നൊക്കെ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോമതി പറയും, അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ കാര്യങ്ങൾ അറിയാതെ എൻ്റെ മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയാം. അല്ല, ഞങ്ങൾക്കും മക്കളൊക്കെ ഉണ്ടേ, ഭർത്താവിനൊരു ആപത്ത് വരുമ്പം അവനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് വരാനല്ല ഞാൻ അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ഒരു സ്ത്രീ പറയാൻ കേട്ടോ. അപ്പോൾ ഗോമതി പറയും, ഞാൻ എൻ്റെ മോൾക്ക് നല്ല സംസ്കാരം കൊടുത്ത് തന്നെ വളർത്തിയത്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം. തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? അലോകും അനുശ്രീയും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അത്രയേറെ സ്നേഹിച്ചതുകൊണ്ടാവുമല്ലോ ബാലനെയും ഗോമതിയും ഒക്കെ ഉപേക്ഷിച്ച് കൃഷ്ണമംഗലത്തേക്ക് പോയത്. എന്നിട്ടിപ്പം ഭർത്താവിനും കുടുംബത്തിനും ഒരു പ്രശ്നം വന്നപ്പം അവള് സ്വന്തം വീട്ടിൽ വന്ന് ചിരിച്ചു കളിച്ചിരിക്കുന്നത് ശരിയാണെന്നാണോ ഗോമതി പറയുന്നത്? ആ രാജശ്രീയുടെയൊക്കെ അവസ്ഥ ആകെ തകർന്നിരിക്കുക എന്ന് വീണ്ടും പറയാൻ കേട്ടോ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ അനുവിന് ആകെ മടുപ്പ് തോന്നുക. അനു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോവുക. അപ്പോൾ ഗോമതിയും അയലോക്കത്തുള്ളവരോട് കൂടുതലൊന്നും പറയാം അനുവിന്റെ പിന്നാലെ ചെല്ല. നീ എന്തിനാ മോളെ സങ്കടപ്പെടുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറയാം. അത് കേൾക്കുന്ന അനു പറയും, എല്ലാവരും എന്നെ മോശമായിട്ടുള്ളൊരു പെണ്ണായിട്ടാ അല്ലേ അമ്മേ കാണുന്നേ? സ്വന്തം ഭർത്താവിന്റെ വേദനയിൽ സന്തോഷിക്കുന്ന ഒരുവളായിട്ടാ അല്ലേ കാണുന്നേ എന്ന് പറയാം. പക്ഷെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അവനല്ലേ എന്നോട് തെറ്റുകൾ മുഴുവനും ചെയ്തത് എന്ന് പറയാം. മോളെ ആർക്കും അറിയില്ലല്ലോ. നാട്ടുകാർ നോക്കുമ്പം നീയും അലോകും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാ. അതിനപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നെന്ന് ആർക്കും അറിയില്ല. എൻ്റെ മോളെ അവൻ ചതിച്ച് ഭീഷണിപ്പെടുത്തിയാണ് കല്യാണത്തലേന്ന് മാറ്റിയതെന്ന് ഈ നാട്ടിലുള്ളവർക്ക് അറിയാവോ? നാട്ടുകാരങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എത്ര പേരെ തിരുത്താനായിട്ട് സാധിക്കും എന്ന് പറയാം. അപ്പോൾ അനുവാണ് അതൊന്നും സഹിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. എല്ലാവരുടെയും സ്നേഹവും ലാളനയും കൊണ്ട് മാത്രം വളർന്നു വന്നൊരു കുട്ടിക്ക് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കുറ്റപ്പെടുത്തലുകളൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. അനുശ്രീയാണെങ്കിൽ ആകെ കരച്ചിലോട് കരച്ചില്ല. അപ്പോൾ വൈകുന്നേരം കടയിൽ നിന്ന് വരുന്ന ബാലൻ അനുവിൻ്റെ ഈ അവസ്ഥ കാണുമ്പം ഒരുപാട് സങ്കടം വരികയാണ്. അപ്പോൾ ബാലൻ പറയും, എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. എൻ്റെ മോള് ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. മോൾക്ക് എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും ഏട്ടന്മാരും ഏടത്തിമാരും എല്ലാവരും. എൻ്റെ മോളുടെ കണ്ണ് നനയാത്ത നോക്കാൻ ഈ ബാലൻ അറിയാം എന്ന് പറയാം. ഇനി ഈ നാട്ടിലുള്ള ഒരാളും എൻ്റെ മോളെക്കുറിച്ച് ഒരു അനാവശ്യവും പറയുന്നത് സാഹചര്യം ഉണ്ടാകില്ല. ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ചെയ്തോളാം എന്ന് പറയാം. അപ്പം ഗോമതി ചോദിക്കും, ബാലേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി നമ്മുടെ മോൾക്ക് സംഭവിച്ച കാര്യം പറയാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കാം.
ഗോമതി നീ സമാധാനപ്പെട്, ഇനി ഈ നാട്ടിലുള്ളവര് എൻ്റെ മോളെ വേദനിപ്പിക്കാൻ ഇട വരുത്തില്ല ഈ ബാലൻ ജീവിച്ചിരിക്കുമ്പോൾ എന്ന് ബാലൻ ഉറച്ച മനസ്സോടുകൂടി തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലൻ എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് ആർക്കും ഒരു ബോധ്യവും ഇല്ല. ഇതേ സമയം കൃഷ്ണമംഗലത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മുടെ രാജശ്രീ ആഹാരം പോലും കഴിക്കാതെ നിരാഹാരത്തിൽ തന്നെയാണ്. തൻ്റെ മകൻ ഇവിടെ തിരിച്ചെത്താതെ തനിക്ക് ഒരു സമാധാനവും കിട്ടില്ല എന്ന് പറയാം. ഇതേ സമയം ആനന്ദൻ ഒരു പ്രമുഖനായ വക്കീലിനെയൊക്കെ റെഡിയാക്കി നമ്മുടെ അലോകിനെ എത്രയും വേഗം പുറത്തിറക്കാനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട്. സമയം കൃഷ്ണമംഗലത്തെ രാജശ്രീയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പകയും ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് കേട്ടോ ആ സ്ത്രീയെ. അപ്പം ആഹാരം പോലും കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. എൻ്റെ കുഞ്ഞവിടെ ജയിലിൽ കിടക്കുമ്പം എനിക്കൊരു വറ്റിറങ്ങില്ല എന്ന് വാശിയോട് കൂടി പറയുന്നുണ്ട്. അതേസമയം നന്ദിനിയും സുഗിനിയൊക്കെ അടുത്ത് നിന്ന് ആഹാരം കഴിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. രാജശ്രീ ചേച്ചി ഇങ്ങനെ പട്ടിണി ഇരുന്നിട്ട് എന്താ ഉണ്ടാകാൻ പോകുന്നത്? ചേച്ചിയുടെ ആരോഗ്യം കൂടി മോശമാകും, അല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ അലോകിനവിടെ സമയത്തിന് ആഹാരമൊക്കെ അവർ കൊടുക്കും എന്ന് പറയാം. എന്താഹാരം കൊടുക്കുമെന്ന്? ജയിലിലെ ആഹാരമല്ലേ എൻ്റെ കൊച്ച്. അവനിപ്പം ആകെ കഷ്ടപ്പെടുമായിരിക്കും. അവൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായിട്ടുള്ള ദേവമംഗലത്തുകാർ ഇപ്പം സമാധാനത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുക. എനിക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലല്ലോ, അതോർത്തിട്ടാ എനിക്ക് സങ്കടം എന്നൊക്കെ രാജശ്രീ പറയാൻ കേട്ടോ. അപ്പം നന്ദിനി രാജശ്രീയെ നിർബന്ധിക്കുന്നുണ്ട് ആഹാരമൊക്കെ കഴിക്കാനായിട്ട്. ചേച്ചി ഇപ്പം ഒന്നും എടുത്തു ചാടി ചെയ്യരുത്. എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് അലോകിനെ കൂടുതൽ പ്രശ്നത്തിലാഴ്ത്തുള്ളൂ എന്ന് അപ്പം സുകന്യയും പറയുന്നുണ്ട്. ചേച്ചി ഇപ്പം പോയി ദേവമംഗലത്ത് എന്ത് പ്രശ്നമുണ്ടാക്കിയാലും അതിൻ്റെയൊക്കെ പരിണിതഫലം അനുഭവിക്കാൻ പോകുന്നത് അലോകായിരിക്കും. ഇപ്പം അച്യുതേട്ടനും അതുപോലെ അനന്തേട്ടനും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവനെ പുറത്തിറക്കാനായിട്ട് നോക്കുന്നത്. അവൻ്റെ പേരിൽ ഒരു പരാതി കൂടി ബാലേട്ടനോ ഗോമതി ചേച്ചിയോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും പുറലോകം കാണില്ല. അതുകൊണ്ട് ചേച്ചി ഒന്ന് അടങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് സുകന്യയും പറയുന്നുണ്ട്. പെട്ടെന്ന് രാജശ്രീ ചാടി എഴുന്നേറ്റ് നന്ദിനിയുടെ നേരെ നോക്കുക. എടത്തി ഇതെല്ലാം കാണുന്നില്ലേ? എൻ്റെ മകനോട് ദേവമംഗലത്തുള്ളവർ ചെയ്തത് എന്താ? അപ്പം ദേവമംഗലത്ത് താമസിക്കുന്ന മിത്രയുടെ അവസ്ഥ എന്തായിരിക്കും ചേച്ചി? ഇനി ഒരു നിമിഷം പോലും മിത്രയെ അവിടെ നിർത്താൻ പാടില്ല. എത്രയും വേഗം അവളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പം നന്ദിനി പറയും, ഞാനും അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് രാജശ്രീ. തൽക്കാലം അലോകിൻ്റെ കാര്യം ഒന്ന് ശരിയാകട്ടെ, അലോക് മടങ്ങി വരട്ടെ, അതിനുശേഷം പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറയാം. അന്നൊരിക്കൽ മിത്ര സ്വയം വന്ന് പറഞ്ഞതല്ലേ, അലോക് അനുസരിയുടെ നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ അതിൻ്റെ പരിണിതഫലം അനുഭവിക്കുന്നത് നമ്മുടെ മിത്രയായിരിക്കും. അങ്ങനെയുള്ളപ്പം ഈ സാഹചര്യത്തിൽ അവരെന്തൊക്കെ ചെയ്തു കൂട്ടും? എൻ്റെ അലോകിനോ എതിരെ പരാതി കൊടുത്ത അവർക്ക് മിത്രയ്ക്കെതിരെ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ചേച്ചി എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് നല്ല ഭയം തോന്നുന്നുണ്ട്. നന്ദിനി അപ്പം അനന്തനോട് ഇക്കാര്യം പറഞ്ഞ് എത്രയും വേഗം മിത്രയെ കൊണ്ടുവരണം എന്ന് തന്നെ തീരുമാനിക്കുകയാണേ. ഇതേ സമയം ബാലനാണെങ്കിൽ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് കുറേ സാധനമൊക്കെ ആയിട്ട് ദേവമംഗലത്തേക്ക് വരുന്ന കാണുന്ന ഗോമതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ബാലേട്ട എന്ന്. അതിലൊരു മൈക്ക് സെറ്റും അതുപോലെ സ്പീക്കറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ അതിന് പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് ഗോമതി അപ്പം ചോദിക്കാം. എൻ്റെ മോളോട് പല കാര്യങ്ങളും ചോദിച്ച് അപമാനിക്കുന്ന നാട്ടുകാർക്കുള്ള ഉത്തരം ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കി ഒരു അനൗൺസ്മെന്റ് പോലെ നമ്മുടെ ബാലൻ അവിടെ സംസാരിക്കാനായിട്ട് തുടങ്ങുക. അപ്പം ഇത് കാണുന്ന ഗോമതിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ അനുവും അടുത്തേക്ക് വരിക. എന്താ അച്ഛൻ എന്താ ഈ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും വരികയാണ്. ഇനി ആരും അനുവിനെ കുറ്റം പറയാൻ പാടില്ല. അലോകും അനുവും തമ്മിലുള്ള ബന്ധം എത്തരത്തിലുള്ളതായിരുന്നുവെന്നും അലോക് എന്തിനാണ് ജയിലിൽ കിടക്കുന്നതെന്നും ഈ നാട്ടുകാർ മുഴുവനും അറിയണമെന്നും പറഞ്ഞ് ബാലൻ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് മൈക്ക് സംസാരിക്കാണ് കേട്ടോ. അത് കാണുന്ന ഗോമതിക്ക് ആകെ എന്തോ പോലെ ആവുക. അപ്പൊ ഗോമതി ബാലനോട് പറയും, വേണ്ട ബാലേട്ടാ, ഇതൊക്കെ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട എന്താവശ്യമുള്ളത്? ബാലേട്ടൻ ഇപ്പം ഇങ്ങനെ ചെയ്താലും ഓരോരുത്തർ പല ചോദ്യങ്ങളുമായിട്ട് വരും. അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച പോരെ. വേണം ഗോമതി, എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണം. അവൾക്ക് തലയുയർത്തി ഈ നാട്ടിൽ കൂടെ നടക്കണം. എൻ്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അവൾ എന്തുകൊണ്ടാണ് അലോകിൻ്റെ കൂടെ ഭാര്യയായിട്ട് കൃഷ്ണമംഗലത്ത് പോയതെന്നും നാട്ടുകാരെല്ലാം അറിയണം എന്ന് ബാലൻ വാശിയോട് കൂടി പറയണം കേട്ടോ. അതിനുശേഷം നമ്മുടെ അനുവിൻ്റെ കല്യാണത്തലേന്ന് അലോക് ഭീഷണിപ്പെടുത്തി അനുശ്രീയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അതിനുശേഷം കിഡ്നാപ്പ് ചെയ്ത് അവളെ റൂമിൽ കൊണ്ട് പൂട്ടിയിടുന്നതും തുടങ്ങി ദേവമംഗലത്ത് മടക്കി അവളെ കൊണ്ടെത്തിക്കുന്നതും ഒന്നും ചെയ്യാത്ത രീതിയിൽ അവൻ അവളെ രക്ഷിച്ചുകൊണ്ട് വന്ന രീതിയിൽ സംസാരിക്കുന്നതും ഒക്കെ ബാലൻ എല്ലാവരെയും അറിയിക്കുകയാണ്. ഒരു നിവൃത്തിയില്ലാതെ തന്നെ കുറ്റക്കാരനാക്കുന്ന അലോകിനെ കണ്ട അനുശ്രീ സ്വയം താലിയെടുത്ത് കഴുത്തിൽ കെട്ടി കൃഷ്ണമംഗലത്തേക്ക് പോയതാണെന്നും അവളുടെ കുടുംബത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടിയാ അങ്ങനെ ഒരു
തീരുമാനം എടുത്തതെന്നും തുടങ്ങി അലോക് അനുശ്രീയോട് ചെയ്ത എല്ലാ കാര്യങ്ങളും ബാലൻ മൈക്കിലൂടെ പറയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൃഷ്ണമംഗലത്ത് നിന്ന് എല്ലാവരും കേൾക്കുന്നുണ്ട്. അതുകൂടി കേൾക്കുമ്പം രാജശ്രീയുടെയും അച്യുതന്റെയും രക്തം തിളക്കുകയാണ്. കണ്ടു വച്ചുവേട്ടാ എന്തൊക്കെയാ ബാലൻ ചെയ്തു കൂട്ടുന്നതെന്ന്. ഒരു ഗോമതി സ്റ്റോർ ബാലൻ, അയാളെ പച്ചയ്ക്ക് കത്തിക്കണം. എന്റെ മോനെ പറ്റി അയാൾ വിളിച്ചു കൂവുന്നത് കേട്ടില്ലേ? അവനെ ജയിലിലാക്കിയതും പോരാ, ഇപ്പൊ ഈ നാട്ടുകാരുടെ മുന്നിൽ അവനെ മോശക്കാരനാക്കി അയാളുടെ മകളെ ഒരു പുണ്യാളത്തിയാക്കാനാണ് നോക്കുന്നത്. അയാളുടെ മകള് ചെയ്തത് നല്ല കാര്യമാണല്ലോ. കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് നമ്മുടെ മകന്റെ കൂടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വന്ന് താമസിച്ച് അവനെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച അവളെ പറ്റി പിന്നെ നമുക്ക് എന്തൊക്കെ വേണേ നാട്ടുകാരോട് പറയാം. നമ്മളത് ചെയ്തോ എന്ന് രാജശ്രീ ചോദിക്കുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ആ ബാലന്റെയും ഗോമതിയുടെയും ദേവമംഗലത്തുള്ള എല്ലാവരുടെയും അഹങ്കാരം തീർത്തു കൊടുക്കണം. അവരുടെ ആ വീടുണ്ടല്ലോ അത് കത്തിക്കണം. ആ കുടിൽ ഇനി അവിടെ കാണാൻ പാടില്ല അച്ചുവേട്ട എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതെല്ലാം പറയുന്ന രാജശ്രീയെ കാണുമ്പം ഇന്ദ്രാമ്മയ്ക്കും ആകെ സങ്കടമാവുകയാണ് കേട്ടോ. ഇരു കുടുംബങ്ങൾക്കും ഇടയിലുള്ള വാശിയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വീണ്ടും വീണ്ടും കൂടുവാണല്ലോ എന്നോർത്ത് നിസ്സഹായമായിട്ട് ഇന്ദ്രാമ്മ അവിടെ നിൽക്കുക. അപ്പം നമ്മുടെ അലോക് ജയിലിൽ കിടക്കുന്നതിൽ ഇന്ദ്രാമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. തൻ്റെ പേരക്കുട്ടി തന്നെയാണല്ലോ, എത്രയൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അവനോട് ക്ഷമിക്കാനാണ് ഇന്ദ്രാമ്മയ്ക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാട്ടുകാരെല്ലാം മൂക്കത്ത് വിരൽ വെച്ച് ബാലന്റെ സംസാരം കേട്ട് ഹന്തിച്ച് നിൽക്കാണ്. ഇത്രയൊക്കെ അവൻ ചെയ്തു കൂട്ടിയോ എന്നുള്ള രീതിയിൽ. എന്നിട്ടാണോ ആ കൃഷ്ണമംഗലത്തുള്ളവര് ഒരു തെറ്റും ചെയ്യാത്തതുപോലെ നിൽക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പൊ ബാലന്റെ സംസാരം കേൾക്കുമ്പം അയലോക്കത്തുള്ള ആൾക്കാരൊക്കെ ബാലന്റെ അടുത്തേക്ക് വന്ന് ബാലനോട് ഇക്കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നതും മകളെ തെറ്റിദ്ധരിച്ചതിൽ അനുവിനോട് ക്ഷമ പറയുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പാണ്ഡ്യൻ സ്റ്റോഴ്സിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ തന്റെ മകൾക്ക് നടന്ന ദുരന്തം നാട്ടുകാരെ ബോധ്യപ്പെടുത്തി അവളുടെ പേരിൽ ചേർന്ന കളങ്കത്തെയൊക്കെ മാറ്റി ഒരച്ഛൻ തന്റെ മകളെ എങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. എന്തൊക്കെ അലോകും കൃഷ്ണമംഗലത്തുള്ളവരും ചെയ്താലും നമ്മുടെ ദേവമംഗലം അവിടെ അതുപോലെ തന്നെ ഉണ്ടാകും. അപ്പം ഇതൊക്കെയാണ് ഒരു എപ്പിസോഡിന്റെ വരാൻ പോകുന്ന വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. എല്ലാവർക്കും ഗുഡ്